ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് ടേംസ് ആണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ ടേംസ്, നമ്മൾ ഈ ടേംസ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ഇന്ന് ജനറേറ്റീവ് എന്താണെന്ന് നോക്കും, ഏജൻറ്റിക് എന്താണെന്ന് നോക്കും, ഏജൻറ്റ് എന്താണെന്ന് നോക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ചാറ്റ് ജി പി ടി വന്നേ പിന്നെയാണ് നമ്മളെല്ലാവരും എന്നുള്ള ടേം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതും പുതിയ ടൂൾസ് വരാൻ തുടങ്ങിയതും പുതിയ എന്താ പറയുക ജെമിനി, ഗ്രോക്ക്, ക്ലോഡ്, ഡീപ് സീക്ക് ഇങ്ങനെയുള്ള എല്ലാം മാർക്കറ്റിലോട്ട് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ബൂമായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബസ് വേർഡ്സ് കിട്ടി. ഏജൻറ്റിക് ഏജൻസ്, ജനറൽ സൂപ്പർ നാരോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ബസ് വേർഡ്സ് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് വരുന്നത് രണ്ടെണ്ണമാണ്: ഏജൻസും ഏജൻറ്റിക് എസും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ജനറേറ്റീവ് ഉണ്ട്. ജനറേറ്റീവ് ആദ്യം വന്ന് പോയത് കൊണ്ട് അവരിപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ആരും മൈൻഡ് ചെയ്യാറില്ലാത്തത് കൊണ്ട് നമുക്ക് ഏജൻസും ഏജൻറ്റിക് എസിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്താണ് വലിയ ഒരുപാട് കോഡിങ് എക്സാമ്പിൾ ഇതൊന്നുമില്ല, തിയറി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡിങ്ങിൻ്റെ എക്സാമ്പിൾസ് വേറെ ഇതായിട്ട് ആഡ് ചെയ്ത് തരാം. ഏജൻറ്റിക് പറ്റത്തില്ല, ഏജൻസിനെ ഉണ്ടാക്കുന്നതിൻ്റെ കോഡ് എക്സാമ്പിൾസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ജനറേറ്റീവ് എന്താണെന്ന് നോക്കാം. ജനറേറ്റീവ് സിസ്റ്റം ദാറ്റ് ക്യാൻ ക്രിയേറ്റ് സംതിങ് ന്യൂ, ടെക്സ്റ്റ്, ഇമേജസ് ഓർ കോഡ് ബേസ്ഡ് ഓൺ ലേൺഡ് പാറ്റേൺസ്. ഇപ്പം നമ്മളൊരു എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അവർ ഇതുവരെ പഠിച്ച കുറേ സാധനങ്ങൾ വെച്ചിട്ട് പുതിയൊരു എഴുതി തരും, അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. നമ്മൾ ചാറ്റ് ജി പി ടി ഇപ്പോൾ എഴുതാൻ പറ്റും, മിഡ് ജേണി വെച്ചിട്ട് ആർട്ട് വർക്ക്സ് ചെയ്യാൻ പറ്റും, ഗിറ്റ്ഹബ് പൈലറ്റ് നമ്മൾ കോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ജനറേറ്റീവ് എയുടെ എക്സാമ്പിളാണ്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കും, അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ബേസിക്കലി ടെക്സ്റ്റ് പ്രൊഡിക്ഷൻ, പിന്നെ ഇമേജ്, ആ രീതിയിലുള്ള ജനറേഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഏജൻസ് ജനറേറ്റീവ് എന്ന് പറയുന്നത് ആക്ഷൻസ് ഒന്നും എടുക്കില്ല. ഇറ്റ് ജസ്റ്റ് ജനറേറ്റ് ഔട്ട്പുട്ട്സ് വെൻ യു ആസ്ക്. അപ്പോൾ ഇതൊരു റിയാക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിന് റിയാക്ട് ചെയ്യുന്ന അപ്പം തിങ്ക് ഓഫ് ജനറേറ്റീവ് ആസ് ദ ബ്രെയിൻ. ഇറ്റ് ഹാസ് നോ നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ബട്ട് ഇറ്റ് ഡസൻറ്റ് ആക്ട് ഓൺ ഇറ്റ്സ് ഓൺ. ഓക്കെ, ഇതിനെ ഈ ജനറേറ്റീവ് എനെയാണ് നമ്മൾ ഏജൻസിൻ്റെ ബ്രെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറേറ്റീവ് എനെ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ടൂൾസ് കോൺഫിഗർ ചെയ്ത് കൊടുക്കും. ഇന്ന ടാസ്ക് ചെയ്യണം, എന്താ പറയുക, ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യണം എന്നുള്ള രീതിക്ക് നമ്മൾ ടൂൾസ് കോൺഫിഗർ ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ ജനറേറ്റീവായി അതിനെ റീസൺ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ ആ ടൂളിനെ കോൾ ചെയ്യുകയാണ് ഈ ഏജൻസിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പം ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ കേസ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യണം, പ്രൈസ് കമ്പയർ ചെയ്യണം, കലണ്ടർ നമ്മുടെ ഡേറ്റുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കലണ്ടർ ചെക്ക് ചെയ്യണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇതിനെ പ്രോഗ്രമാറ്റിക്കലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല, കുറേ എഡ്ജ് കേസസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ മനസ്സിലാക്കുന്ന ഒരു ബ്രെയിനും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതാണ് ജനറേറ്റീവ് എ. ഓക്കെ, അപ്പം ഏജൻറ്റ് എന്ന് പറയുന്നത് ജനറേറ്റീവ് എ പ്ലസ് ടൂൾസ് പ്ലസ് ഡിസിഷൻ മേക്കിംഗ്. ഏത് സമയത്ത് ഏത് ടൂളിനെ കോൾ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എല്ലാം നമ്മുടെ ഏജൻറ്റ് എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് എടുക്കും. എന്നിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ടാസ്ക്, ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ ടാസ്ക് ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ജനറേറ്റീവ് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് പറയുന്നത് കേട്ടിട്ട് വർക്ക് ചെയ്യുന്നൊരു വർക്കറാണ് നമ്മുടെ ഏജൻറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഫൈനലായിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും നമ്മുടെ ഏജൻറ്റിക് എഐസ്. നമ്മുടെ ഒരുപാട് പേരുടെ ജോലി പോകാൻ പോകുന്നതായിട്ടുള്ളൊരു സംഭവമായിരിക്കും ഏജൻറ്റിക് എഐസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഏജൻറ്റിക് എ ഡയറക്ഷൻ ഇൻ റിസർച്ച് ടു ബിൽഡ് സിസ്റ്റം ദാറ്റ് ക്യാൻ പ്ലാൻ, റീസൺ ആൻഡ് ആക്ട് ഓട്ടോണോമസ്ലി. ഓക്കെ, അപ്പം നമ്മുടെ ഏജൻറ്റിക് എഐസിൻ്റെ കേസിൽ ഇതുപോലെ റിയാക്റ്റീവ് ആയിട്ടുള്ള എഐസ് ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ ഏജൻസിനും ജനറേറ്റീവ് എഐക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. പക്ഷേ ഏജൻറ്റിക് എ നമ്മൾ ഏതെങ്കിലും ഒരു ടാസ്കിനകത്ത് പുതിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ ആ പ്രോബ്ലം എല്ലാം കണ്ടുപിടിക്കും, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും, ആ സൊല്യൂഷനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഒരു ഹ്യൂമൻ പാർട്ട്ണർ എന്നൊക്കെ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയി, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എംപ്ലോയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ സാധനം ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. ദിസ് കംപ്ലീറ്റ്സ് എ പിക്ചർ
ഏജൻറ്റിക് എ ഈസ് ദ വിഷൻ ഓഫ് ക്രിയേറ്റിംഗ് എ ട്രൂലി ഓട്ടോണമസ് പാർട്ട്ണർ. നമ്മൾ പറഞ്ഞ ഒരു പാർട്ട്ണർ പോലെ വേണമെങ്കിൽ ആക്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിൻ്റെ അധികം ഇൻപുട്ട് വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ജനറേറ്റീവ് എ ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ എ ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് പ്രോംപ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇൻപുട്ട് കൊടുക്കണം. ഈവൻ അത് പുള്ളിക്ക് അതൊന്നും വേണ്ട, പുള്ളിക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്കിതെല്ലാത്തിനും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം ജനറേറ്റീവ് എ എന്ന് പറയുന്നത് ക്രിയേറ്റ്സ് തിങ്സ്. ChatGPT റൈറ്റ്സ് എ സ്റ്റോറി ഫോർ യു. അപ്പോൾ അതിനെ ബ്രെയിനായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ എ ഏജൻസ് ഈ ട്രാവൽ ബുക്ക് ചെയ്യുന്ന ബോട്ടൊക്കെ പോലത്തെ. പിന്നെ ഇപ്പം ഈ ഏജൻറ്റിക്ക് ഒരു റിസർച്ച് മോഡലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയ നല്ല ഏജൻറ്റിക് എസ് ഒന്നും ഉണ്ടെന്ന് പറയാറായിട്ടില്ല. ഗൂഗിളും ChatGPT ഒക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻസ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. ഏജൻറ്റിക് എ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലോട്ടൊക്കെ എത്തുന്നേ ഉള്ളൂ. ഓക്കെ, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് യന്ത്രനെയൊക്കെ പോലത്തെ പുതിയ റോബോട്ടുകളെയൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഏജൻറ്റിക് എ ആണ് അടുത്ത സ്റ്റെപ്പ്, സ്മാർട്ടർ ടൂൾ ഓർ എ പാർട്ട്ണർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.